അതുപോലെ തന്നെ ലാലേട്ടൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയിൽ തന്നെ നായികയാവുകയും പിന്നീട് ഉസ്താദിൽ എനിക്ക് തോന്നുന്നു ആരൊക്കെ ആ സമയത്ത് ദിവ്യനോട് ഭയങ്കര അസൂയുണ്ടെന്നൊക്കെ പറഞ്ഞു. കാരണം ലാലേട്ടനോട് അത്ര അടുത്തിട്ടേ ആ ഇരിക്കുന്ന ആ തറയിൽ ഇരുന്നിട്ടൊക്കെ ഉള്ള ഒരു വെറ്റില കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉള്ളു. അപ്പോൾ ഭയങ്കര ഒരു പ്രത്യേകിച്ച് ആ പാട്ടുകളും എല്ലാം ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ലാലേട്ടനുമായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? കാരണം ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ 14 വയസ്സ്, രണ്ടാമത്തെ ആവുമ്പോൾ കുറച്ചുകൂടെ ദിവ്യ കോളേജിലൊക്കെ ഉള്ള സമയത്താണ് അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു അതിലൊന്നും? പക്ഷെ ആ ഫുൾ പാട്ടില്ലേ വെണ്ണില കൊമ്പിലെ അതിൽ വെള്ളം തെറിപ്പിക്കുന്ന സീൻ, അതൊന്നും അതൊക്കെ എന്താ പറയാ അൺപ്ലാൻഡ് ആണ്. അതായത് നമ്മളിങ്ങനെ നിൽക്കുക, അപ്പോൾ ഇതൊരു നമ്മൾ കുറച്ച് ഒരു സീക്വൻസ് എടുക്കുകയാണ് ആങ്ങളെ പെങ്ങളെ സ്നേഹം വരാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നും പ്ലാൻഡ് അല്ല. ലാലേട്ടൻ വരുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ കാണിക്കും. അപ്പം ഞാനിങ്ങനെ തിരിയുമ്പോൾ വെള്ളം മേത്ത് വീഴും. പിന്നെ അവിടുന്ന് അതൊന്നും ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ പ്ലാൻഡ്. അത് പ്ലാൻഡ് അല്ല. പിന്നെ വേറെന്തോ ഇങ്ങനെ ഞാൻ എന്തോ പറയുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ കൈ പിടിക്കും. അപ്പം ഞാനത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ. നമ്മളെ വെറുതെ ഇങ്ങനെ ലൈക്ക് നമ്മൾ വെറുതെ നിന്ന് കൊടുത്തതേ ഉള്ളൂ. അതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ശരിക്കും അതൊക്കെ ഭയങ്കര വർക്കൗട്ടായി തന്നെ പറയാം. ആ സിനിമയ്ക്ക് എത്ര കണ്ടാലും നമുക്ക് മതിയാത്ത. അതുപോലെ തന്നെ ദിവ്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൂപ്പർ താരങ്ങൾ എന്ന് നമ്മൾ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ എല്ലാ നായകന്മാരുടെയും നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇല്ല, അങ്ങനെ തന്നെ തോന്നുന്നു അല്ലേ? മമ്മൂക്ക, മോഹൻലാൽ, സുരേഷ് ഏട്ടൻ, എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഇത്രയും നല്ല നല്ല സിനിമകൾ ചെയ്യുമ്പോഴും ഏറ്റവും ദിവ്യ ഉണ്ണിയുടെ ഹൃദയത്തിൽ ഏറ്റവും അടുത്തിരിക്കുന്ന കഥാപാത്രം ഏതായിരിക്കും? അങ്ങനെ ഒരെണ്ണം പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാം വളരെ സ്പെഷ്യലാണ്. എന്നാൽ ദിവ്യയുടെ കഥാപാത്രത്തോട് ചേർന്നിരിക്കുന്നത് ഏതെങ്കിലും അങ്ങനെ ഒന്നും? പ്രണയവർണ്ണങ്ങൾ അതിപ്പോ എല്ലാം കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഇന്ദുവും ഉണ്ട് കുറച്ച്. ആണല്ലേ? ഉണ്ട്. കാരണം അങ്ങനെ ഒരു എല്ലാം നോക്കിക്കണ്ട് നിന്ന് പെരുമാറുന്ന ഒരു ക്യാരക്ടറാണല്ലോ കാരുണ്യം. ഇന്ദു, പിന്നെ പത്മജയുണ്ട്, പപ്പ. കുറച്ചൊരു ഇതായിട്ട് ചില സമയത്ത് ഇങ്ങനെ വികൃതി തോന്നുമ്പോ മായ. ഒരു മുഴുനീള നൃത്ത അങ്ങനത്തെ ഡാൻസർ കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഡിഫറെന്റ് ആണ്. നമ്മളുള്ള നൃത്ത ലോകമായിരിക്കില്ല സിനിമയിലേക്ക് നൃത്തം വരുമ്പോ. അപ്പോ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നൃത്തം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു വലിയ കടലാണല്ലോ. അതിനെ ഒരു സിനിമയിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് അപ്പൊ അത് തന്നെ ആലോചിക്കുമ്പോൾ തന്നെ അയ്യോ അതിന്റെ ഏത് മേഖലയാണ് നമ്മൾ ഫീച്ചർ ചെയ്യാന്നുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം ദിവ്യ. കുറെ ചിരിച്ചു, കുറെ സംസാരിച്ചു, ഇനി കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ദിവ്യക്കായിട്ട് അടുത്ത ആൾക്കാർ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരും മലയാളികൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? തിരിച്ചു വരവെന്ന് പറഞ്ഞാൽ അതിന്റെ സമയമാകുമ്പോൾ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ചെയ്യില്ല എന്നൊന്നും പറഞ്ഞ് മാറ്റി വെച്ചിട്ടില്ല. അവസരങ്ങൾ ചിലതൊക്കെ വന്നപ്പോൾ എനിക്ക് വന്ന് കമ്മിറ്റഡ് ആയിട്ട് ആ ഡേറ്റ്സ് കൊടുക്കാൻ പറ്റാണ്ട് ആയിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ്സ് അങ്ങനെ വരുമ്പോൾ ഞാൻ താല്പര്യമേ ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നോക്കാം. എന്നാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഗിന്നസ് റെക്കോർഡ് കേരളത്തിലേക്ക് നൃത്തത്തിന് ദിവ്യ കൊണ്ടുവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാവിധ നന്മകളും. താങ്ക് യു.